67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തലസ്ഥാനത്ത് ഗംഭീര തുടക്കം. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നാളെ മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ജയേഷ് പൂക്കോട്ടൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയേഷ് പൂക്കോട്ടൂർ, ഗംഭീര തുടക്കമായി, ഇനി കൗമാരം കുതിക്കുമല്ലേ തലസ്ഥാനത്ത്? ഡോക്ടർ അരുൺ, 3000-ഓളം കുട്ടികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെയാണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത്. 14 ജില്ലകളിലൂടെ പര്യടനം നടത്തി വന്ന ദീപശിഖ പ്രയാണം ഇവിടെ ഏറ്റുവാങ്ങുകയായിരുന്നു. മുൻ ഇന്ത്യൻ അത്ലറ്റ് കൂടിയായ അനു രാഘവനിൽ നിന്ന് സവിശേഷ പരിഗണന അർഹിക്കുന്ന 2 കുട്ടികളാണ് ദീപശിഖ ഏറ്റുവാങ്ങിയത്. പിന്നീട് അവർ വിദ്യാഭ്യാസ മന്ത്രി ഭീഷ്മൻകുട്ടിക്കും ഒപ്പം തന്നെ ഫുട്ബോൾ ഇതിഹാസം IM വിജയനും ചേർന്ന് നൽകി. അവരാണ് പിന്നീട് ദീപശിഖ തെളിയിച്ച് മേളയ്ക്ക് തുടക്കമായത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന, സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്നു. നാളെയാണ് മേളയ്ക്ക് ഔദ്യോഗികമായി മേളയുടെ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഇൻക്ലൂസീവ് സ്പോർട്സോടെയാണ് തുടക്കമാകുന്നത്. ഒപ്പം തന്നെ ഗെയിംസിലെ നെറ്റ്ബോൾ, ഖോഖോ അടക്കമുള്ള ഇനങ്ങളും നാളെ അരങ്ങേറും. ട്രാക്കുകൾക്ക് തീപിടിക്കുന്നത് മറ്റന്നാളാണ്. അത്ലറ്റിക്സ് മത്സരങ്ങൾക്കും തുടക്കമാവുക.